ഉണർന്നു വരികയാണ്. അതാണോ ശരി? അതാണോ ശരി? കൂടെ വന്നില്ലേ നിങ്ങൾ? മനസ്സിലായില്ല? ഓർക്കാപ്പുറത്ത് നമ്മൾ ആക്സിഡൻ്റൽ എന്നൊരു വാക്ക് ഉപയോഗിക്കും. ആക്സിഡൻ്റലിസം. അങ്ങനെ ആക്സിഡൻ്റ് ഇല്ല. എല്ലാം നേരത്തെ തന്നെ ഒരു കാരണമായി. ഇപ്പം നോക്കൂ, കാർ ഓടിച്ചു, സ്പീഡിൽ ഒരുത്തം കൊണ്ടിടിച്ചു. അപ്പം അങ്ങനെ ഇടിക്കാനുള്ളൊരു സാധ്യത നേരത്തെ തന്നെ പൊറ്റൻഷ്യലി ഉണ്ടോ? ആ പൊറ്റൻഷ്യലി അവിടെ കിടക്കുന്നുണ്ട്. അതാ സമയത്ത് പ്രകടമായി. പക്ഷേ നമ്മൾ ആക്സിഡൻ്റൽ എന്നൊരു വാക്ക് ഉപയോഗിക്കും. ഇപ്പം നത്തിങ് ഈസ് ആക്സിഡൻ്റൽ, എവറിത്തിങ് ഈസ് പ്രീ ഡിറ്റർമിൻഡ്, മീൻസ് പ്രീ ഡിസൈഡഡ്. ഇറ്റ്സ് ഓൾറെഡി ലോഡഡ്. ഓൾറെഡി നിങ്ങളുടെ ഉള്ളിൽ പ്രിൻ്റഡാണ്, ഇംപ്രിൻ്റഡാണ്. അത് സമയമാകുമ്പോൾ അത് പ്രകടമാവുന്നതിൻ്റെ പേരാണ് എന്ത്? ദുഃഖം. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് നിങ്ങൾ രാമായണം വായിക്കുമ്പോൾ മനസ്സിലാവും. രാമായണത്തിൽ ശ്രീരാമസ്വാമി സീതാദേവിയും ലക്ഷ്മണനും കൂടെ ശൃംഗവേരിപുരത്ത്, അതായത് ഗുഹൻ്റെ അടുത്തെത്തും. രാമായണം വായിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അപ്പോൾ എന്താ സ്ഥലത്തിന് പറയാ? ശൃംഗവേരിപുരം അങ്ങനെ പറയാം. അതാണ് ഗുഹൻ്റെ സ്ഥലം. അപ്പോൾ ആ ഗുഹൻ്റെ സ്ഥലത്തെത്തുമ്പോൾ, ഗുഹൻ്റെ അടുത്താണ് അന്ന് താമസം. അപ്പോൾ രാത്രിയിൽ പാവം രാമനാണെങ്കിൽ 3 കാര്യങ്ങൾ തീരുമാനിച്ചു. ഞാൻ ആരുടെയും വീട്ടിൽ കിടക്കില്ല, ആരുടെയും ഭക്ഷണം കഴിക്കില്ല, അതേപോലെ തന്നെ ഞാൻ കാട്ടിലുള്ളിടത്തോളം കാലം കാട്ടിലുള്ളത് മാത്രമേ കഴിക്കുള്ളൂ, അങ്ങനെ വേറെ പുറത്തൊന്നും എടുക്കില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ രാമൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം നിലത്താണ് കിടക്കുന്നത്. അപ്പം ഇലകളും മറ്റൊക്കെ വിരിച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഗുഹന് സങ്കടമായി. വലിയ കൊട്ടാരത്തിൽ ജനിച്ച് കൊട്ടാരത്തിലെ എല്ലാ സുഖങ്ങളൊക്കെ അനുഭവിച്ച് പോയി വെറും നിലത്ത് തറയിൽ കിടക്കാൻ മാത്രം രാമൻ എന്ത് പാപം ചെയ്തു? അപ്പോൾ ലക്ഷ്മണനോട് പറയാം. ലക്ഷ്മണൻ ഉറക്കൊറിഞ്ഞിരിക്കുകയാണ്. മന്ദരാബുദ്ധിമസ്തായ, മന്ദരയുടെ ബുദ്ധി കൂടി ചേർന്ന് കൈകേകി പാപമാചരൽ ഏതദേവ രാമസ്യ ദുഃഖം, ഇതല്ലേ രാമൻ്റെ ദുഃഖത്തിന് കാരണം എന്ന് ഗുഹൻ ചോദിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഗുഹൻ പറഞ്ഞപ്പോൾ അതിനുത്തരം പറയുകയാണ് ലക്ഷ്മണൻ. അത് നല്ലൊരു ഭാഗമാണ്. നിങ്ങളാരെങ്കിലും വായിച്ചിട്ടുണ്ടോ ആ ഭാഗം? ആരുടെ ദുഃഖത്തിന് ഹേതുവാണ്? ആരും ആരുടെയും ദുഃഖത്തിന് കാരണമല്ല. പൂർവജന്മ കൃതമേവ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തു ദുഃഖം വരുന്നുണ്ടോ അത് നേരത്തെ തന്നെ നമ്മുടെ ഉള്ളിൽ അനുഭവിക്കാനുള്ള ദുഃഖത്തിൻ്റെ ലോഡ് കയറിക്കഴിഞ്ഞു, പ്രിൻ്റ് കയറിക്കഴിഞ്ഞു. ഇനി അത് കാലം സമയമാകുമ്പോൾ എന്താവൊന്നും മിണ്ടാത്ത നിങ്ങൾ വന്നേ പറ്റുള്ളൂ. ഇപ്പം എന്തൊക്കെ ദുഃഖങ്ങൾ അനുഭവിക്കാനുണ്ടോ അത് ഓൾറെഡി നിങ്ങളുടെ ഉള്ളിൽ പ്രിൻ്റ് അടിച്ചു കഴിഞ്ഞു. ഇനി ജന്മം നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ. അപ്പം പിന്നെ എന്താ ചെയ്യാനുള്ളൂ? ഇവിടെയാണ് നാമജപം കൊണ്ട് ആ പ്രിൻ്റിൻ്റെ, അതായത് വരാൻ പോകുന്ന ദുഃഖത്തിൻ്റെ ഇമ്പാക്റ്റ് ഉറക്കെ പറയൂ, കുറയ്ക്കാം. അതല്ലാതെ വേറൊരു വഴിയില്ല. അപ്പം എപ്പോഴും ഓർത്തോളൂ, നമ്മൾ ആത്മബലം കൊണ്ട് മാത്രമേ മനോദുർബലത മാറ്റാൻ പറ്റുള്ളൂ. ദുഃഖം ഒരു വീക്ക്നെസ് ഓഫ് ദ മൈൻഡ് എന്ന് പറയും. ഇറ്റ്സ് മെൻ്റൽ വീക്ക്നെസ്സാണ്. ഏത്? ദുഃഖം. അപ്പം നമ്മൾ നാമൊക്കെ ചൊല്ലുമ്പോഴെന്ത് കിട്ടും? നമുക്ക് ഒരു സ്പിരിച്വൽ എനർജി കിട്ടുമ്പോൾ ആ ദുഃഖത്തിൻ്റെ തീവ്രത ഉറക്കെ പറയൂ കുറയും. അപ്പം കുട്ടികൾക്കൊക്കെ ദുഃഖമില്ലാത്തൊരു ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്തു വേണം? നിങ്ങൾ പയർ നടാറില്ലേ? ഏത് കോന്തനും കോന്തയ്ക്ക് അറിയാത്തത് പയറിൻ്റെ വള്ളിക്ക് സ്വന്തം വളരാൻ പറ്റില്ല എന്നുള്ളത്? മീൻസ് എന്താണ്? പയറുവള്ളി നടുമ്പോൾ നമുക്കറിയാം അതിനൊരു ഉറക്കെ പറയൂ ഒരു ഊന്നും താങ്ങൊക്കെ വേണമെന്ന്. വേണമല്ലയോ? അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? ഉറക്കെ പറയൂ ഇല്ല. അപ്പം നമ്മൾ ഒരു പയർ നടുമ്പോൾ തന്നെ അതിനോട് വളർന്നു വരുമ്പോൾ തന്നെ ഇത് കോമൺ സെൻസ് ഇല്ലേ നമുക്ക്? ഉണ്ടോ? ഇതുപോലെയാണ് മനസ്സിലാക്കണം. മനസ്സും ഒരു പയറുവള്ളി പോലെയാണ്. ഇത് നമ്മൾ ചിന്തിക്കുന്നില്ല.
അതിനും ഒരു എന്ത് വേണം? ഊന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു ദുഃഖത്തിൽ, ഒരു വിഷമത്തിൽ അത് തകർന്ന് തരിപ്പണമായി വീഴും. നിങ്ങൾ നോക്കൂ, എത്ര കരുത്തനായ അർജുനനാണ്, എത്രയോ ആയുധവിദ്യകളൊക്കെ പഠിച്ച അർജുനനാണ് യുദ്ധക്കളത്തിൽ രഥോപസ്ഥ ഉപവിശത്ത്. കംപ്ലീറ്റ് ഡിപ്രഷനായി, മനസ്സ് മുഴുവൻ ടോട്ടലി ലോസ്റ്റായി. വേപതശ്ച ശരീരേ മേ രോമഹർഷശ്ചായതേ കാണ്ഡീവം സംസ്ഥതേ ഹസ്താൽ ബ്രഹ്മദീവ ചമേ മന. കൃഷ്ണ, എനിക്ക് നേരെ ചൊവ്വേ നിൽക്കാൻ പോലും പറ്റണില്ല എന്ന്. അപ്പോൾ അടി തെറ്റിയാൽ ആനയും വീഴുന്നു. ഇതൊക്കെ നമ്മുടെ കുട്ടികളിലുണ്ടെന്ന് ലേശം ബോധമില്ലാത്തവരായിപ്പോയി ഹിന്ദുക്കൾ. അദ്ദേഹം പറഞ്ഞ കോന്തനും കോതയായിപ്പോയി നമ്മൾ. ലേശൊരു ബോധം വേണ്ടേ? കുട്ടികൾക്കൊരാത്മബലമുണ്ടെങ്കിൽ നാളെ ഒരു ദുഃഖം അവരെ തളർത്താതിരിക്കുള്ളൂ എന്ന് വേണോ വേണ്ടയോ? അല്ല, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ദുഃഖം പോകുന്നുണ്ടോ? പോക്കാൻ പറ്റുമോ? ഒന്നും പോക്കാൻ പറ്റില്ല. കാരണം ഉള്ളതിനെ ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല. ഇറ്റ്സ് എ സയൻസ്. ആണോ അല്ലയോ? ഉള്ളതിനെ ഒരിക്കലും അവർക്ക് പറയൂ നശിപ്പിക്കാൻ സാധ്യല്ല. ഉള്ളത് സമയമാകുമ്പോൾ വന്നേ പറ്റുള്ളൂ. ആർക്കും അതിനെ മാറ്റിമറിക്കാൻ സാധ്യമല്ല. മനസ്സിലാവുണ്ടോ ഞാൻ പറയണത്? നിൽക്കട്ടെ. അപ്പം ഇപ്രകാരം ഈ വസുദേവർക്കൊരു ഉപദേശം കൊടുക്കുകയാണ് കൃഷ്ണൻ. എന്താണ്? എനിക്ക് അച്ഛൻ്റെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ സാധ്യമല്ല. ദുഃഖങ്ങളെ ഓർത്തിരിക്കുകയല്ല, ദുഃഖങ്ങളെ മറികടക്കാനുള്ള ശക്തി ആർജിക്കുകയാണ് ജീവിതം. പറയൂ, ഞാനിപ്പോൾ എന്താ പറഞ്ഞത്? പറയൂ. ഉള്ള ദുഃഖങ്ങളെ അയവിറക്കല്ല, ഓർത്തിരിക്കുകയല്ല, അതിനെ അതിവർത്തിക്കാനുള്ള, മറികടക്കാനുള്ള ശക്തി ആർജിച്ചു കൊണ്ടേയിരിക്കുക. എന്ത് വേണം? ഇതാണപ്പോൾ നമ്മൾ ഹിന്ദുക്കൾ ചെയ്യുന്നത്. അത് പറയുമ്പോൾ മിണ്ടില്ല നിങ്ങൾ. ഇതാണോ നമ്മൾ പഠിപ്പിച്ചത് കുട്ടികളെ? ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങളെന്താ മൗനത്തിലിരിക്കുന്നത്? ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. ഉണ്ടോ? ഇല്ല. അപ്പം എന്താ വേണ്ടത്? ഇതൊന്നും മറക്കരുത് നിങ്ങൾ. ദുഃഖത്തെ അയവിറക്കുകയല്ല വേണ്ടത്. ഉറക്കെ പറയൂ, മറികടക്കുകയാണ്. അപ്പം നിങ്ങൾ നടന്നു പോകുമ്പോൾ മണ്ണുള്ള റോഡാണെന്ന് ഇരിക്കുക. അപ്പം മഴക്കാലമാണ്, ചളി പിളിയൊക്കെ ഉണ്ടാവും അല്ലേ? നിങ്ങൾ ആ ചളി നോക്കിയിരിക്കുമോ അതോ ചളിയില്ലാത്തവരോട് നടന്നു പോവുമോ? അതെല്ലാവരും ചെയ്ത കാര്യമല്ലേ? ഇത് തന്നെയാണ് ജീവിതം. കുറേ ചളിയും ഒക്കെ ഉണ്ടാവും ജീവിതത്തിൽ. പക്ഷേ അതിനെ മറികടന്ന് അങ്ങോട്ട് പോവാനുള്ള ഒരു ഉൾക്കണ്ണ് വേണം, ഉൾക്കരുത്ത് വേണം. യസ്വാത്മരതി, ആത്മബലം, ആത്മശക്തി, ആത്മദുഷ്ടി, ഇതൊക്കെ വേണം. അതിനാണ് വൈകുന്നേരങ്ങളൊക്കെ ഒന്നിച്ചിരുന്ന് എന്ത് നാമജപമൊക്കെ വേണം. അപ്പം നാമജപം എന്തിനാണ്? ഉള്ളിലുള്ള ആത്മബലത്തെ ഉണർത്താൻ. അപ്പം എന്ത് സംഭവിക്കും? ജീവിതം ഒരു സീസോ ആണ്. ഒരു ഭാഗം ഉയരുമ്പോൾ ഒരു ഭാഗം താഴും. അപ്പം ആത്മബലം കൂടുന്തോറും വരാനുള്ള ദുഃഖത്തിൻ്റെ എല്ലാം തീവ്രതയും ശക്തിയും കുറയും. നാമം ജപിക്കണോ? ഇതല്ലേ സയൻസ്? പറയൂ നിങ്ങൾ. അല്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ട് ദുഃഖം പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ പറയണത്? പ്രാർത്ഥിച്ചുകൊണ്ട് ദുഃഖം പോവുമോ അതോ പരിശീലിച്ചുകൊണ്ട് ശക്തി നേടി ഈ ദുഃഖത്തിൻ്റെ തീവ്രത കുറയ്ക്കണോ? ഏതാ ഇതിൽ ശാസ്ത്രീയത? ഏതാ ഇതിൽ ശാസ്ത്രീയമായത്? പരിശീലിച്ചുകൊണ്ട് ആത്മശക്തി വർദ്ധിപ്പിച്ച് ദുഃഖത്തിൻ്റെ തീവ്രത, അതല്ലേ സയൻസ്? ആണോ? ആണ്. പക്ഷെ അതാണോ ഇപ്പം നമ്മൾ ചെയ്യിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുകയാണ് മക്കൾക്ക് വേണ്ടി. അത് ശരിയല്ല. ഇതിനു ശേഷം അടുത്ത കഥയാണ് സന്താനഗോപാലൻ. ഞാനത് നാളെ പറയാം. കാരണം ഇന്ന് നമുക്ക് കുചേലൻ്റെയൊക്കെ കഥ ഇനി ആവിഷ്കാരമുള്ളതുകൊണ്ട്. അപ്പം ഞാൻ ഏകാദശ സ്കന്ധത്തിലേക്ക് കടക്കുകയാണ്. ഏതിലേക്ക്? ഏകാദശ സ്കന്ധത്തിലേക്ക്. അപ്പോൾ ഏകാദശ സ്കന്ധത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് സന്താനഗോപാലൻ പറയാൻ തീരുമാനിച്ചു. കാരണം അത് പറയേണ്ട ഒരു കഥയാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് പണ്ട് ദ്വാരകയിൽ ഒരു ബ്രാഹ്മണനുണ്ട്. അപ്പോൾ ഈ ബ്രാഹ്മണന് ഉണ്ടാകുന്ന കുട്ടികളൊക്കെ പ്രസവിച്ച ഉടനെ തന്നെ മരിച്ചു പോകും.
ബ്രാഹ്മണൻ സങ്കടമൊക്കെ ആയിട്ട് കൃഷ്ണനെടുത്ത് എന്നിട്ട് കഷ്ടം, എനിക്കെന്ത് കർമ്മയോഗം, എനിക്ക് എന്ത് തലയിലെടുത്ത്, എന്ത് വിധി, എന്ത് പാപം, എന്ത് എന്നൊക്കെ പറഞ്ഞ് എങ്ങെന്ന് പറയും. അപ്പോൾ ഉടനെ ഭഗവാൻ പറയും, ശരിയാവും ബ്രാഹ്മണ, ഒക്കെ നേരെയാവും, കാലം കൊണ്ടൊക്കെ ശരിയാവുന്നു. ബ്രാഹ്മണൻ വീണ്ടും ഭാര്യയോട് പറയും, അടുത്തത് കിട്ടുന്നു. ഭാര്യ വീണ്ടും ഗർഭിണിയാവും, അതും പോയി പാവം. ഇങ്ങനെ ഓരോ കുട്ടി വരുന്നതും ആ കുട്ടികൾ ജനിച്ച ഉടനെ മരിക്കും. 1 ആയി, 2 ആയി, 3 ആയി, 4 ആയി. എന്ത് 1, 2, 3, 4? ആരുടെ കാര്യമാണ് പറയണത്? കുട്ടികളുടെ കാര്യമാണ്. 6 ആയി, 7 ആയി, 8 ആയി, 9 ആയി. ആ ഭാര്യയെ സമ്മതിക്കണ്ടേ? 9 പ്രസവിച്ച 9 കുട്ടികളും പോയി എന്നുള്ള സങ്കടം ആലോചിച്ച് നോക്കുക. ബ്രാഹ്മണൻ അങ്ങോട്ട് സഹിച്ചില്ല. കൃഷ്ണനോട് പറയും, എന്ത് നേരെയാവുന്നാണ് പറയണത്? എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഒരു നല്ല ഭരണാധികാരി ഇല്ല. നല്ല ഭരണാധികാരി ഇല്ലാത്തടത്ത് പ്രജകൾക്ക് പോലും അനർത്ഥങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് കേട്ടത്. നിങ്ങളുടെ ഭരണം ശരിയാക്കും കൃഷ്ണ, അല്ലാതെ എനിക്ക് എന്താ പറയാനുള്ളത്? എൻ്റെ ഒരു പാപമൊന്നുമായിട്ട് ഞാൻ കാണില്ല, കാരണം ഇത്രയും പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ്, കഷ്ടം, ഒരു ബ്രാഹ്മണൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാനുള്ള ക്ഷത്രിയന്മാർ പോലും ഇവിടെ ഇല്ലാതായിപ്പോയല്ലോ എന്നൊക്കെ. ഇപ്പം കൃഷ്ണന് മനസ്സിലായി. അർജുനൻ അവിടെ ഉണ്ടായിരുന്നു. ആര്? അർജുനൻ. അർജുനൻ അത് ഏറ്റെടുക്കുന്നു. കാരണം ക്ഷത്രിയൻ എന്നൊക്കെ പറഞ്ഞാൽ അർജുനൻ്റെ ഉള്ളിൽ അങ്ങോട്ട് തട്ടു. അർജുനൻ ചാടി വീണു. ഏയ് ബ്രാഹ്മണ, എന്താ ക്ഷത്രിയന്മാരെയൊക്കെ കുറിച്ച് പറയണത്? പറഞ്ഞു, എന്താ പറയാൻ, എൻ്റെ കുട്ടികളുടെ അവസ്ഥ കണ്ടില്ലേ? ഒരു കുട്ടിയെ കിട്ടാൻ എനിക്കെന്താ ഇത്ര പാപം ചെയ്തിട്ടിരിക്കുന്നു എന്നാണ് പറയണത്? ഞാൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കണത്, വേദനിക്കുന്നത്? അപ്പം ബ്രാഹ്മണൻ്റെ ആ സങ്കടവും പാപവും കണ്ടപ്പോൾ അർജുനൻ പറഞ്ഞു, ബ്രാഹ്മണ വിഷമിക്കണ്ട, 10ാമത്തെ കുട്ടിയുടെ കാര്യം ഞാൻ ഏറ്റു എന്ന്. കൃഷ്ണൻ അവിടുന്ന് അപ്പം മുങ്ങി. എന്തായാലും അർജുനൻ ഏറ്റെടുത്ത സ്ഥിതിക്ക് പിന്നെ ഞാൻ അവിടെ തലയിടേണ്ട കാര്യമില്ല. എന്നാ ബ്രാഹ്മണൻ കിടങ്ങൂരുകാരനാ, ഒരടിക്ക് വിടും അർജുനനെ. അർജുനനോട് ചോദിച്ചു, അല്ല, എൻ്റെ 10ാമത്തെ കുട്ടിയെ രക്ഷിക്കുന്ന പറയണത്, കൃഷ്ണന് പറ്റാത്ത കാര്യം, ബലരാമന് പറ്റാത്ത കാര്യം നിനക്ക് പറ്റുന്നോ? അർജുനൻ്റെ ഒരു ഗർവ് നോക്കണം. അർജുനൻ പറയണ, എന്നെ കൃഷ്ണനുമായിട്ടും ബലരാമനുമായിട്ടൊന്നും താരതമ്യം ചെയ്യരുതെന്ന്. അവർക്കെന്ത് പശുക്കൾ നോക്കിയുള്ള, അവർക്കതേ അറിയൂ. ഞാനാരാണ്? ക്ഷത്രിയൻ. എൻ്റെ കയ്യിൽ ഗാണ്ഡീവം. എന്തുണ്ട്? ഞാൻ 10ാമത്തെ കുട്ടിയെ രക്ഷിക്കുന്നു. അത് പറഞ്ഞു കൊടുക്കുകയാണ്. നാഹം സംഘർഷണോന കൃഷ്ണ അഹം ചർജുനോ നാമ ഗാണ്ഡീവം മേ ഹസ്താൽ എന്നാണ്. ഇതൊക്കെ കൂടെ കേട്ടപ്പം കൃഷ്ണന് മനസ്സിലായി, നല്ല തലയിൽ കയറിയിരിക്കുക. എന്തായാലും ആവട്ടെ, ബ്രാഹ്മണൻ ഞാൻ പറഞ്ഞില്ലേ കിടങ്ങൂരുകാരനാണ്, അർജുനെ വിട്ടില്ല. എൻ്റെ 10ാമത്തെ കുട്ടിയെ രക്ഷിക്കുന്നതിന് എന്താ ഉറപ്പ് എന്ന്, ഒരു ഉറപ്പ് തരണമെന്ന്, ഗ്യാരണ്ടി വേണമെന്ന്. അർജുനൻ എന്ത് ചെയ്തു പറയോ? ഗാണ്ഡീവം പിടിച്ചങ്ങോട്ട് സത്യം ചെയ്തു. ഗാണ്ഡീവമേവ സത്യം, 10ാമത്തെ കുട്ടിയെ ഞാൻ രക്ഷിക്കുന്നു. എന്നാൽ ബ്രാഹ്മണൻ അപ്പോഴും വിട്ടില്ല അർജുനനെ. ബ്രാഹ്മണൻ എനിക്ക് തോന്നുന്നു ശരിക്കും കടങ്ങൂരുകാരനായിരിക്കണം. നമ്മളാണെങ്കിൽ ഇത് കേട്ടാൽ പോവില്ലേ? ആ ബ്രാഹ്മണൻ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, രക്ഷിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലോ? ഒരു ഓപ്ഷൻ അങ്ങനെ ഉണ്ടാവുമല്ലോ. അതായത് നിനക്ക് കുട്ടിയെ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിലോ? അപ്പം അർജുനൻ അറിയാതെ പറഞ്ഞു പോയി, അഗ്നിപ്രവേശം കരിഷ്യേ എന്ന് പറഞ്ഞാൽ ഞാൻ അഗ്നിയിൽ ചാടി മരിക്കുന്നു. ബ്രാഹ്മണൻ പറയാണ്, ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായതെന്ന്. കാരണം രണ്ടിലൊരു തീരുമാനമായി. ഇപ്പോൾ ഒന്നുകിൽ എൻ്റെ കുട്ടി, അല്ലെങ്കിൽ നീ നിന്ന് കത്തി. നീ എന്ത് ചെയ്യും? തീ ചാവണം വേണ്ടേ? ആ അർജുനൻ അപ്പോഴാണ് വിചാരിച്ചതൊരു പ്രസവ കേസ് ഇത്ര കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഏതായാലും അർജുനൻ തിരിച്ചുപോയി. ബ്രാഹ്മണൻ ഭാര്യയോട് പറഞ്ഞു, ഇപ്രാവശ്യം എന്തായാലും കുട്ടിയെ നമുക്ക് കിട്ടുന്നു. അങ്ങനെ ഗർഭിണിയായി, പാകമായി, ഗർഭമൊക്കെ അർജുനെ അറിയിച്ചു, വേഗം പുറപ്പെടണമെന്ന്. അർജുനൻ പുറപ്പെടുമ്പോഴാണ് പാഞ്ചാലി ചോദിച്ചു, പതിവില്ലാത്തൊരു യാത്ര ഇങ്ങോട്ടാണ്. പറഞ്ഞു, പ്രസവത്തിന് പോവുകയാണെന്നാണ്. അപ്പം ആദ്യം പ്രസവത്തിന് പോയ ആൾ ആരായിരിക്കണം?
അർജുനൻ ഫസ്റ്റ് ഗൈനക്കോളജിസ്റ്റ് അർജുനൻ പ്രസവമെടുക്കാൻ പോയത്. അർജുനൻ അവിടെ ചെന്നു. ബ്രാഹ്മണൻ വേണ്ട കാപ്പി ചായയൊക്കെ കൊടുത്തു. പ്രത്യേകിച്ച് പ്രസവത്തിന് വന്നതല്ലേ. അപ്പോൾ അർജുനോട് ചോദിച്ചു എവിടെയാ, അർജുനൻ ചോദിച്ചു എവിടെയാ പ്രസവിക്കുക? മുറിയൊക്കെ കാണിച്ചു കൊടുത്തു. ഇതന്നെയാണ് പ്രശ്നം, ഈ മുറി പ്രസവിച്ച കുട്ടിയെ കിട്ടില്ല. ബ്രാഹ്മണൻ ചോദിച്ചു പ്രസവം എടുത്തെടുത്ത് ഞാനിപ്പോൾ എവിടെ കൊണ്ടുപോവാ? ഇവിടേക്കാണ് വല്ല ഹോസ്പിറ്റലും കൊണ്ടുപോകാം, എല്ലാം ഹോസ്പിറ്റലോ ഏതെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. എവിടെ കൊണ്ടുപോകും? അന്നതൊന്നും ഇല്ലല്ലോ. അർജുനൻ പറഞ്ഞു ഞാൻ ഒരു പ്രസവ മുറി തയ്യാറാക്കും. അതെ, അസ്ത്രം കൊണ്ട് അർജുനൻ എന്തുണ്ടാക്കി? അതിൻ്റെ പേരാണ് സൂതീഗൃഹം, പ്രസൂതീഗൃഹം. എന്താണ്? ഇതാണ് പിൽക്കാലത്ത് എന്തായത്? ലേബർ വാർഡായത്. ഇപ്പം ലേബർ വാർഡ് ആരംഭിച്ചത് ആരാണ്? അർജുനാണ്. സത്യത്തിൽ അർജുനാണ്. മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ കേരളത്തിലെ ഏതോ മന്ത്രി പോയി ലേബർ വാർഡ് ഉദ്ഘാടനം ചെയ്യുക ഹോസ്പിറ്റലിൽ. അപ്പോൾ ആദ്യത്തിന് അങ്ങ് ആവേശം കയറിയപ്പോൾ പറഞ്ഞു എന്നാലും ഈ ആശുപത്രിക്കാരുടെ ആ ഒരു വിശാലത നോക്കൂ, തൊഴിലാളികൾക്ക് വിശ്രമിക്കാൻ മുറി ഉണ്ടാക്കിയിരിക്കണമെന്നും ലേബർ വാർഡേ. അതാണ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ അങ്ങനെയുള്ളവരെയല്ലേ തിരഞ്ഞെടുക്കുന്നത്. മനസ്സിലായി? ഏതായാലും ഇപ്രകാരം അർജുനൻ ഒരു പ്രസൂതിഗ്രഹമൊക്കെ ഉണ്ടാക്കി ഇദ്ദേഹത്തിൻ്റെ പത്നി അവിടെ പ്രസവിക്കാൻ കയറി. അപ്പം വേദന വരും, കരയും, കുഞ്ഞ് വരും, കുഞ്ഞ് കരയും, കുഞ്ഞ് മരിക്കും. എന്നാൽ ഇപ്രാവശ്യം നിർത്താത്ത കരച്ചിൽ, കുഞ്ഞിൻ്റെ ഒരു കരച്ചിൽ കുഞ്ഞിട്ട് വന്ന ലക്ഷണവുമില്ല. അർജുനൻ ഓടി, ബ്രാഹ്മണനും അങ്ങോട്ട് ഓടിച്ചെന്ന് എന്താണ്? അപ്പം നോക്കുമെന്താ ഈ ബ്രാഹ്മണ പത്നി പറയാണ് ഞാൻ ഈ കൂടാരത്തിൽ കയറിയപ്പോൾ തന്നെ വയറ്റിലുള്ള കുട്ടിയെ ആരോ കൊണ്ടുപോയി, കുട്ടിയെ അവിടുന്ന് അടിച്ചു മാറ്റി. കുട്ടി തന്നെ പുറത്ത് വന്നിട്ടില്ല. ആ ബ്രാഹ്മണന് കലി വന്നു. അർജുനൻ്റെ കഴുത്തിൽ പിടിച്ചിട്ട് പറഞ്ഞു എവിടെയാ എൻ്റെ കുട്ടിയെന്ന്. അർജുനൻ തപ്പലോട് തപ്പല്, എല്ലാ മുറിയിലും തപ്പി എവിടെയെങ്കിലുമൊക്കെ കുട്ടിയെ കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിൽ പലയിടത്തും പോയി, കുട്ടിയെ കിട്ടിയില്ല. ഈ സമയത്ത് ബ്രാഹ്മണനെ നോക്കിയപ്പം ആശാൻ പറമ്പിൽ വിറക് കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് അർജുനന് മനസ്സിലായത് ഇത് കാര്യം കൈവിട്ടു പോയിന്ന്. കാരണം ഈ വിറക് കൂട്ടുന്ന എന്തിനാ? അർജുനൻ ചാടാൻ വേണ്ടിയിട്ടാ. അയ്യോ, ഇത്രയും അപകടമാണെന്ന്, ഈ പ്രസവം ഇത്ര കോംപ്ലിക്കേറ്റഡ് ആവുമെന്ന് അർജുനൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. കൈവിട്ടുപോയി. അർജുനൻ നെഞ്ചിൽ തട്ടി വിളിച്ചു കൃഷ്ണ എന്നെ ഒന്ന് രക്ഷിക്കണം ഈ അപകടത്തിൽ നിന്ന്. അപ്പോഴേക്കും രഥം വന്നു എന്നാണ്. പിന്നെ സപ്തദ്വീപുകളും സപ്തസാഗരങ്ങളും സപ്ത പർവ്വതങ്ങളൊക്കെ കടന്ന് ആ രഥം പോകുന്നു. പിന്നെ 1000 സൂര്യന്മാർ കത്തിജ്വലിച്ച പ്രകാശത്തിൽ അനന്തൻ്റെ മുകളിൽ ആദിനാരായണ രൂപത്തെ കാണുന്നു. ആദിനാരായണൻ അവരെ സ്വാഗതം, സ്വാഗതം സ്വാഗതം, നിങ്ങൾ രണ്ടുപേരും നരനും നാരായണന്മാരുമാണ്, എൻ്റെ അംശങ്ങളാണ്, നിങ്ങളിന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ ബ്രാഹ്മണൻ്റെ കുട്ടികളെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. അപ്പോഴാണ് അർജുനന് ജീവൻ വീണത്. കാരണം ബ്രാഹ്മണൻ്റെ കുട്ടികളൊക്കെ സുരക്ഷിതമായിട്ട് അവിടെ ഉണ്ട് എന്ന്. അങ്ങനെ അവരോട് പറഞ്ഞു നിങ്ങളുടെയൊക്കെ ലീല കഴിഞ്ഞാൽ തിരിച്ച് എന്നിലേക്ക് തന്നെ വരണം എന്നൊക്കെ പറഞ്ഞ് അവരെയൊക്കെ അനുഗ്രഹിച്ച് ആ കുട്ടികളെയും കൊണ്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ ഇവിടെയാണെങ്കിലോ ബ്രാഹ്മണൻ വലിയ ചൂട്ടോ പന്തോ എടുത്തിട്ട് ഉറക്ക വിളിക്കേണ്ട അർജുന നീ എവിടെയാ മുങ്ങിയത്? അർജുനൻ എവിടെയോ മുങ്ങി എന്നുള്ള രീതിയിൽ അർജുനെ കാണുന്നില്ല. അപ്പോഴാണ് ബ്രാഹ്മണൻ നോക്കുമ്പം സ്കൂൾ വിട്ടൊരു ശബ്ദം. കുറേ കുട്ടികളെ വളവള 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 എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുമ്പോൾ എന്താണ് ഈ 10 എണ്ണത്തിനെയും കൊണ്ട് അർജുനൻ വരികയാണ്. അപ്പോഴാണ് ബ്രാഹ്മണന് മനസ്സിലായത് ഇനി മിക്കവാറും ആര് ചാടേണ്ടി വരും തീയിൽ? അർജുനൻ ചാടേണ്ടി വരില്ല. ആര് ചാടേണ്ടി വരും? ബ്രാഹ്മണൻ തന്നെ ചാടേണ്ടി വരും. അപ്പോൾ ആ ബ്രാഹ്മണന് നഷ്ടപ്പെട്ട കുട്ടികളെ തിരിച്ചു കിട്ടുന്ന കഥയായിട്ടാണ് ഈ കഥയുടെ പേരാണ് സന്താന ഗോപാലം. നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൃഷ്ണനാട്ടം കളി എന്ന് പറഞ്ഞാൽ സന്താനഗോപാല. കാരണം എന്താ വെച്ചാൽ പ്രസവിക്കാത്തവർക്ക് വേണ്ടിയിട്ടും പ്രസവിച്ചവർക്ക് വേണ്ടിയിട്ടും ഉള്ള ബുക്കിംഗാണ് ഏത്? സന്താനം. അതിൻ്റെ തമാശ എന്താ വെച്ചാൽ അവിടെ അത് ആടുന്ന ആൾക്ക് ഇതുവരെ കുട്ടി ഉണ്ടായിട്ടില്ല.
അദ്ദേഹം എൻ്റെ സപ്താഹത്തിന് വന്നിട്ട് പറയും, സ്വാമി ഒന്ന് അനുഗ്രഹിക്കണേ, കുട്ടികളൊന്നും ആയിട്ടില്ല അന്ന്. ഈ മനുഷ്യനെ കൊണ്ടാണ് സന്താനഗോപാൽ അവിടെ അടിക്കുന്നത്. കാലം പോയൊരത്ഭുതം. ഈ ലോകം എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യസ്വാമി കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ പോലെ വിചിത്രവും അത്ഭുതവുമാണ്. ആണോ അല്ലയോ? ഇതൊരു ഇത് പലർക്കും അറിയില്ല കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആൾക്കാരിങ്ങനെ പാവം ഭക്തിയിൽ പോവുകയാണ്. നിൽക്കട്ടെ, ഈ കഥകളൊക്കെ നമ്മൾ കാണേണ്ടത് മറ്റൊരു തലത്തിലാണ്. ഇവിടെ സന്താനഗോപാലവും അർജുനനും കൃഷ്ണനും ഒക്കെ നമ്മൾ കാണേണ്ടത് നമ്മളിൽ തന്നെയാണ്. എവിടെയാണ്? നമ്മളിൽ. അനന്തൻ്റെ മുകളിൽ കിടക്കുന്ന ആദിനാരായണൻ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അങ്ങനെയല്ലേ? ആരുടെ മുകളിൽ കിടക്കുന്ന? ഇത് വലിയൊരു സയൻറ്റിഫിക് ട്രൂത്താണ്. അനന്തൻ എന്നതിന്, അനന്തൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അനന്തം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അന്തവും ഇല്ലാത്തവനോ? നല്ല ടീമാണ് നിങ്ങൾ, നന്നായി. അന്തവും കൊന്തവും എന്ന് പറയാത്തത്. അന്തവും ഇല്ലാത്തവനാണ് അത്ര ആനന്ദൻ. ആദിയും അന്തവും ഇല്ലാത്തവൻ എന്ന് വെച്ചാൽ ബിഗിനിങ്ങും എൻഡും ഇല്ല എന്ന് വെച്ചാൽ ഇൻഫിനിറ്റ്, എവർ എക്സിസ്റ്റിംഗ് എന്നർത്ഥം. എന്നും അനന്തം എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്നത്. വളരെ ശ്രദ്ധിക്കുന്നയാൾ. ഈ പ്രപഞ്ചം അനന്തമാണ്, ഇൻഫിനിറ്റാണ് എന്ന് പറഞ്ഞാൽ ഈ ഊർജം, പ്രപഞ്ചോർജം. സൂര്യനും ചന്ദ്രനൊക്കെ മാറാം. സൂര്യൻ്റെ ഹൈഡ്രജൻ കത്തിക്കഴിഞ്ഞാൽ സൂര്യൻ പോയി. ഭൂമിയും കുറേ കഴിഞ്ഞാൽ മനുഷ്യനെ പോലെയാണ് ഭൂമിയും. നമ്മുടെ ശരീരം ഒരു ഏജ് വരെ വളർന്ന് വികസിച്ച് ഒരു കട്ടയിട്ട് അങ്ങനെ നിൽക്കും. കുറേ കഴിഞ്ഞാൽ മസിലുകളും മാംസപേശികളും ചുരുങ്ങി 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 വരും. അപ്പോൾ പ്രപഞ്ചത്തിനും ഒരു വികാസമുണ്ട്, പ്രപഞ്ചത്തിനുമൊരു റിവൽഷനുണ്ട്. അത് സങ്കോചിക്കും. ഒരു ബിഗ് ബാങ്കും ഉണ്ട്, ഒരു ബിഗ് ക്രഞ്ചുമുണ്ട്, ഐൻസ്റ്റീൻ്റെ ഭാഷയിൽ. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് രൂപങ്ങൾക്ക് ഭാവം വ്യത്യാസം വന്നാലും ഊർജം കൂടുന്നുമില്ല. അവർക്ക് പറയൂ, ഊർജം ഒരിക്കലും കുറയില്ല. ഇപ്പം നമ്മളിരിക്കുന്ന ഒരു ഗാലക്സി ഉണ്ട്. നമ്മളിരിക്കുന്ന സൂര്യനും ചന്ദ്രനും ഭൂമിയും ചൊവ്വയും വ്യാഴവും ഒക്കെ ചേർന്നുള്ളൊരു ഗാലക്സി. ഇത് പോയാൽ ഒന്നും ഇല്ലാതെയാവുന്നില്ല, മറ്റൊരു ഗാലക്സി ആക്റ്റീവാകും. ഒരു ഗാലക്സി പോകുമ്പോൾ വേറൊരു ഗാലക്സി. ഈ ലോകാവസാനം എന്നതൊന്ന് അവർക്ക് പറയൂ ഉണ്ടാവില്ല. ഒന്ന് മാറുമ്പോഴേക്കും അത് കൃഷ്ണൻ പറയുന്നുണ്ട്, പുനരാവർത്തി അർജുന. ഇത് വീണ്ടും എന്താവും? പുനരാവർത്തനം ചെയ്യപ്പെടും. അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ, പ്രപഞ്ചം എന്നത് ഒരു ഇൻഫിനിറ്റ് ഊർജമാണ് അല്ലേ? എന്താണ് ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ? ഒരിക്കലും ആദിയും അന്തവുമില്ലാതെ. ഊർജത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് നിങ്ങൾ നോക്കൂ, അതെപ്പോഴും ചലനാത്മകമാണ്, കോയിൽ രൂപത്തിലാണ്. ഏത് രൂപത്തിൽ? അതിൻ്റെ ഔട്ടർ സർക്കിൾ ഇലക്ട്രോണാണ്, ഉള്ളിൽ പോസിറ്റീവ് അല്ലേ, പ്രോട്ടോണാണ്, ന്യൂട്രോണാണ്. ആറ്റത്തിൻ്റെ എന്ന് പറയുന്നത് 80% ഇപ്പോഴത്തെ ഒരു കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ വാക്യൂമാണ്, ശൂന്യതയാണ്. ഇപ്പോൾ ഒരു ആറ്റത്തിൻ്റെ ഔട്ടർ സർക്കിളിൽ മാത്രമാണ് ഈ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണൊക്കെ ഇരുന്ന് കളിക്കുന്നത്. ആന്തരികത എന്ന് പറയുന്നത് ശൂന്യമാണ്. നിങ്ങൾ പാമ്പിൻ്റെ കടപ്പ് നോക്കൂ, നിങ്ങൾ ഉള്ളു പൊള്ളയാണ്, ഔട്ടൊരു കോയിൽ രൂപത്തിലല്ലേ. ഈ പ്രപഞ്ചത്തിനെ അനന്തരൂപത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നതാണ് ഋഷി. എന്നാൽ അതിൻ്റെ ആന്തരികത എന്താണ്? അതിന്നും സയൻസിനറിയില്ല. പക്ഷെ ഇപ്പം സയൻസിന് മനസ്സിലാവുന്നുണ്ട്. ഒരു പ്രപഞ്ചത്തിൻ്റെ ചലനത്തിനെ നിയന്ത്രിക്കുന്ന ഒരു നിയമമുണ്ട്. ആ നിയമമുണ്ടെങ്കിലേ പ്രപഞ്ച ചലനം താളാത്മകം കൂടെ വന്നില്ലേ നിങ്ങൾ, താളാത്മകം ആവുള്ളൂ. അപ്പം നിയന്ത്രിക്കുന്ന ശക്തി അതിൻ്റെ സെൻറ്ററായിരിക്കണം. നിയന്ത്രിക്കുന്നപ്പോൾ നോക്കൊരു ഫാനിൻ്റെ ആക്സിൽ അതെവിടെ ഇരിക്കണം? ഒരു വണ്ടിയുടെ ചക്രം തിരിയുമ്പോൾ അതൊരു ആക്സിലാണ് കണക്ട് ചെയ്ത്. അതെവിടെ ഇരിക്കണം? ഉറക്കെ പറയൂ.
ഒരു സെൻറ്ററിൽ, എന്നാലേ അത് കറക്റ്റായിട്ട് താളാത്മകമായി. ഇപ്പം ഈ പ്രപഞ്ചത്തിനൊരു താളക്രമമുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്ററിലൊരു ഇൻ്റലിജൻസ് സിസ്റ്റം കൂടെ വന്നില്ലേ നിങ്ങൾ, ഉണ്ടായിരിക്കണം. ഭാരത ഋഷിവര്യന്മാർ പറയണു ആ ഇൻ്റലിജൻസാണ് നാരായണൻ. അതിൻ്റെ ഔട്ടർ സർക്കിളാണ് അനന്തൻ. അപ്പം പ്രപഞ്ചവും പ്രപഞ്ചത്തിന് നിയന്ത്രണവും നിയമവും പകരുന്ന നാരായണം. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഫിസിക്സ് പോലും സ്വപ്നം കാണാത്ത വിധത്തിൽ ഒരു പ്രപഞ്ചത്തിൻ്റെ സത്യത്തെ ആദി നാരായണനിലൂടെയും അനന്തനിലൂടെയും വരച്ചു വയ്ക്കാൻ സാധിച്ച പ്രതിഭകളുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അറിയുമല്ലോ, നിങ്ങൾക്ക് വല്ലതും മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങൾ? എന്തൊരു സയൻസാണ് അതിൽ ഉൾക്കൊള്ളിച്ചു വച്ചിരിക്കുന്നത്. ആ നാരായണത്വത്തിലേക്കാണ് നമ്മൾ ഉയരേണ്ടത്. അതിനാണ് നമുക്ക് 10 മക്കളെ തന്നത്. ഈ 10 മക്കളെന്ന് പറയുന്നത് എന്തു ചെയ്യണം? ഇന്ദ്രിയങ്ങൾ അന്തർമുഖമാക്കണം. നാരായണൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അന്തർമുഖമാകുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മളിലെ മനസ്സും നമ്മളിലെ ബോധമൊക്കെ ഈ പ്രപഞ്ചത്തിൻ്റെ ബോധം തന്നെയാണ്. അതായത് നമ്മളിലെ ബോധവും എല്ലാവരിലെ ബോധവും ഈ പ്രപഞ്ചത്തിൻ്റെ ബോധമെല്ലാം അവർക്ക് പറയൂ ഒന്നാണ്. നമ്മളൊന്നും വേറെയല്ല. പരമമായ സത്യതാണ്. ഇതൊക്കെ ഉൾക്കൊള്ളാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരേ സത്യമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഞാൻ സുപ്പീരിയറുമാവണ്ട, ആരെയും ഇൻഫീരിയറുമാക്കണ്ട, ഞാൻ ആരെയും അടിമയുമാക്കണ്ട, ഞാൻ ആരുടെയും ഉടമയുമാവണ്ട. ഞാനും എല്ലാവരും ഒരു കോ എക്സിസ്റ്റൻസ് ലൈഫാണ്. 5 വിരലുകളുടെ രൂപങ്ങളൊക്കെ വ്യത്യാസമുണ്ടെങ്കിലും ഇതെല്ലാം ചേരുമ്പോഴാണ് കൈയാവുന്നത്. ഇതുപോലെ നമ്മളെല്ലാവരും ചേരുമ്പോഴാണ് ഒരു ജീവിതമാവുന്നത്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് എല്ലാവരും ചേർന്നുകൊണ്ട് ഒരേ സത്യത്തിലേക്കുള്ള ഒരു തീർത്ഥയാത്രയാണ് ഭാരത ഋഷിവര്യന്മാർ ഭാവന ചെയ്ത നാനാത്വത്തിൽ ഏകത്വം എന്നത്. നമ്മളൊക്കെ അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം ധന്യമാക്കിയാൽ നല്ലതാണ്. മനസ്സിലായില്ലേ? അവിടെയാണ് നമ്മളിൽ എല്ലാവർക്കും സ്വസ്ഥതയും ശാന്തിയും സ്നേഹവും ആണോ അല്ലയോ? ഇപ്പം നമുക്ക് 7 ദിവസം നമ്മളിവിടെ കൂടി, പലരും പലയിടത്തും വന്നു, നാമജപങ്ങളൊക്കെ ജപിക്കുന്നു. ഒരു കുടുംബമായി മാറുന്നുണ്ടോ? ഒരു റൂഫിനകത്ത് നമ്മളെല്ലാവരും ഇരിക്കുന്നു ഉണ്ടോ? പറയൂ. അപ്പം നമുക്ക് ഇതുപോലെയാണ് ഈ കേരളം മൊത്തം എന്നുണ്ടെങ്കിൽ എങ്ങനെയിരിക്കും? ഇതുപോലെയാണ് ഭാരതം മൊത്തം എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഇതുപോലെയാണ് ലോകം മൊത്തം എന്ന് പറഞ്ഞാൽ ആരാരെ പേടിക്കണം? ആരാരെ അസ്വസ്ഥമാക്കി ജീവിക്കണം? അല്ലേ? ഇതിലല്ലേ സ്നേഹവും സന്തോഷമൊക്കെ ഉള്ളൂ. ആണോ? ഉറക്കെ പറയൂ നിങ്ങൾ. ആത്മീയതയിൽ ഉയരുമ്പോൾ സ്നേഹത്താലും ശക്തിയാലും നമ്മൾ സമ്പന്നരായി പറയൂ മാറും. എല്ലാവരിലും ഒരേ സത്യമാണെങ്കിൽ ഞാൻ സ്നേഹത്തിന് വേണ്ടി യാചിക്കണോ അതോ സ്നേഹം ഉള്ളിൽ നിന്നും വികസിപ്പിക്കണോ? ഇപ്പം നമ്മുടെ കുട്ടികൾക്കിത് മനസ്സിലായില്ല. അതുകൊണ്ട് അവരെ വിചാരം എന്താണ്? സ്നേഹം മറ്റൊരാൾ തരുന്നതാണ്. സയൻസ് എന്താ പറയണത്? ഒന്നും മറ്റൊരാൾക്ക് തരാൻ പറ്റില്ല. എല്ലാം ഉള്ളിലുള്ളത് നമുക്ക് അവർക്ക് പറയൂ വികസിപ്പിക്കാനേ പറ്റുള്ളൂ. ഇല്ലാത്തത് ഒരാൾക്കും തരാൻ സാധ്യല്ല. മനസ്സിലാവുണ്ടല്ലോ? ഉള്ളത് വികസിപ്പിക്കണം. അപ്പം സ്നേഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ജീവിതത്തെ ഒരു ചിട്ടയോടെ കൊണ്ടു നടന്ന് അതിനെ നിങ്ങൾ പോസിറ്റീവാക്കി എടുക്കുന്നതാണ് ഏറ്റവും വലിയ ആത്മസ്നേഹം. നിങ്ങളെ ദുർബലരാക്കുന്നതാണ് നിങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ പാപം. നിങ്ങൾ ദുർബലരാക്കിയിട്ട് മറ്റുള്ളവർ നിങ്ങളെ നന്നാക്കുമെന്ന് വിചാരിച്ചാൽ ശരിയാവോ? പറയൂ. ഇല്ല. നമ്മളൊരു കൃത്യനിഷ്ഠയോടെ അനുഷ്ഠാനങ്ങളൊക്കെ കൊണ്ടു നടക്കുമ്പോൾ നമുക്ക് മനസ്സിലായി എൻ്റെ ജീവിതത്തിൽ ഒരാത്മസംതൃപ്തിയും ആത്മസുഖവും ആത്മശക്തിയും ഉണ്ട്. അതുതന്നെയാണ് ആത്മസ്നേഹം എന്ന് പറയുന്നത്. എന്തിനോടുള്ള സ്നേഹം? പറയൂ. ആത്മസ്നേഹം എന്ന് പറഞ്ഞാൽ തന്നിൽ തന്നെ ഉള്ളതിനെ ഞാൻ വികസിപ്പിക്കുമ്പോൾ എന്നോട് തന്നെ ഒരു
അത് സ്വാർത്ഥ സ്നേഹമല്ല. ഏതാണ്? ആത്മസ്നേഹമാണ്. സ്വാർത്ഥ സ്നേഹം എന്താണ്? എൻ്റെ കുറവുകളൊക്കെ കാണാം, എന്നെ ആരും സ്നേഹിക്കില്ല, എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല, എന്നെ ആരും കൊഞ്ചിക്കുന്നില്ല, എന്നെ ആരും ലാളിക്കുന്നില്ല, ഇത് കാണും. അപ്പോൾ ആരെങ്കിലും കൊഞ്ചിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ അതാണ് ഏറ്റവും നല്ല സ്നേഹം എന്നുള്ളത്. അത് സ്നേഹമാണോ വാസ്തവത്തിൽ? എന്നും കൊഞ്ചിക്കാൻ പറ്റുമോ? എന്നും ലാളിക്കാൻ പറ്റുമോ? ഒന്നും മിണ്ടാത്ത നിങ്ങൾ ചക്കരേ മുത്തേന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടോ? ഇല്ല. അതൊക്കെ നമ്മുടെ തോന്നലാണ്. ഒരു പയ്യൻ കല്യാണം കഴിച്ചു, 3 കൊല്ലം പ്രേമിച്ചിട്ട്. എത്ര കൊല്ലം? കലശലായ പ്രേമം. വാട്സാപ്പിലൂടെ, ഇൻസ്റ്റാഗ്രാമിലൂടെ, ഫേസ്ബുക്കിലൂടെ, പിന്നെ നേരിട്ടും പ്രേമം മൂത്ത് അവസാനം കെട്ടി ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും ആ കുട്ടിക്ക് ക്യാൻസറായി, ബ്ലഡ് ക്യാൻസറായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹോപ്പ് തിരി കുറവാണെന്ന്. അപ്പോൾ ഈ പെൺകുട്ടി ഏറെക്കുറെ മരിക്കാറായപ്പോൾ ഈ പയ്യനോട് പറയാണ്, ഞാൻ കാരണം ജീവിതം തൊലയ്ക്കരുത്, നിങ്ങൾക്കൊരു ഭാവി വേണം, നല്ലൊരു ജീവിതം ഉണ്ടാവണം, ഞാൻ മരിച്ചാലും നിങ്ങൾ വേറൊരുത്തി കല്യാണം കഴിക്കണമെന്ന്. ഇപ്പോൾ ഇത് കേട്ടവൻ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, നീ അല്ലാതെ വേറൊരാളെ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല, അങ്ങനെ നീ എൻ്റെ സ്വർഗ്ഗമാണ്, തേങ്ങയാണ്, മാങ്ങയാണ്, ചക്കയാണെന്നൊക്കെ പറഞ്ഞു. വലിയ കാര്യം. അപ്പോഴേക്കും അവൾ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, അങ്ങനെയൊന്നും പറയരുത്, നിങ്ങൾക്കൊരു ഭാവി വേണം, ഞാൻ പോയാലും എന്ത് വേണം? കല്യാണം കഴിക്കണമെന്ന്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കരച്ചിലും ബഹളമൊക്കെ. അവസാനം അവൻ പറഞ്ഞു, ശരി നീ ഇങ്ങനെ വാശി പിടിക്കണോണ്ട് ഞാൻ എന്തു ചെയ്യാം, കെട്ടിക്കോളാമെന്ന്. അപ്പം അവൾ പറയാണ്, കെട്ടിയാലും എൻ്റെ ചുരിദാറൊന്നും അവൾക്ക് കൊടുക്കരുത് എന്ന്. നോക്കണേ, അത് കേട്ടതും ഇവൻ്റെ വായിൽ നിന്ന് അറിയാതെ വീണുപോയി, അതിന് ഇതൊന്നും അവൾക്ക് പറ്റില്ല എന്ന്. പറ്റില്ല എന്ന്, അവൾക്ക് ഇത്തിരി വണ്ണം കൂടുതലാണെന്ന്. ഇനി എന്താ പറയേണ്ടത്? ഇതാണ് ലോകം. അപ്പം നമ്മളിങ്ങനെ തെറ്റിദ്ധരിക്കുകയാണ്, നമ്മളൊക്കെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുകയാണ്. നമ്മൾ ആരുടെയൊക്കെ കൂടെ ജീവിക്കുന്ന അവരൊക്കെ നമ്മളെ തന്നെയാണ് സ്നേഹിക്കുന്നത്. അവർക്ക് 100 എൻഗേജ്മെൻ്റ് ഉണ്ട്, അവർ 100 കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഇപ്പം നിങ്ങളൊക്കെ വിചാരിക്കുന്നത് മക്കൾ നിങ്ങളുടെ കാര്യം മാത്രമേ നോക്കണുള്ളൂ എന്നാണ്. കുറേ കഴിഞ്ഞാൽ അവർ മനസ്സിലാവുക, മക്കൾ നിങ്ങളെയല്ല നോക്കുന്നത്, അവരവരുടെ ലോകത്തിലാണെന്ന്. ഒരു ദിവസം പറയും, ഒന്നും മിണ്ടാതിരുന്നൂടെ, ഒരു ഭാഗത്ത് അടങ്ങിയിരുന്നൂടെ, അല്ലെങ്കിൽ ആ സ്വാമി ഉദിച്ചത് തന്നെയാണ് സത്താണ്ട് പോയി അവിടെ പോയി കേട്ടിരിക്കുന്നത്. അപ്പം മനസ്സിലാക്കണം എന്ത്, നമ്മളെ ആയിരുന്നില്ല ആവശ്യം, കാര്യമൊക്കെ കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കേൾക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആത്മസ്നേഹത്തെ ഉണർത്തണം, ഉയർത്തണം. വേണ്ടയോ? അപ്പം നല്ലൊരു ജന്മം നമുക്ക് കിട്ടിയിട്ട് അതൊരിക്കലും തളരാനോ തകരാനോ മറ്റൊരാളെ തളർത്താനോ അനുവദിക്കരുത്. അതിന് അത്രയും ആന്തരികമായി എന്ത് ചെയ്യണം? ഉണരണം, ഉയരണം. അതിനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കുകയാണ്, കാരണം സമയം പോയി. കാരണം കുചേലൻ അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്, നിങ്ങളെ കാണണം എന്ന് വെച്ചിട്ട്. ഏകാദശ സ്കന്ധത്തിലേക്ക് കടക്കുകയാണ്. ഭാഗവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഏകാദശ സ്കന്ധം. അപ്പോൾ ഏകാദശ സ്കന്ധം എന്ന് പറയുന്നത് ഈ നമ്മുടെ ഹിന്ദു മതഗ്രന്ഥങ്ങളും, ഒരു ചോദ്യം ചോദിക്കുകയാണേ, ഹിന്ദു മതഗ്രന്ഥങ്ങളും നമ്മൾ മറ്റു മതഗ്രന്ഥങ്ങളെ ഒരു ക്വസ്റ്റ്യൻ, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്. മറ്റു മതഗ്രന്ഥങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അടിസ്ഥാന വ്യത്യാസം എന്താണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമുക്ക് പ്രത്യേകിച്ച് നിങ്ങളിവിടെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഏരിയയിലാണ്. അപ്പം ബൈബിള്, പിന്നെ ചിലയിടത്ത് മുസ്ലിങ്ങളുടെ ഖുർആൻ. എന്താ ഈ വ്യത്യാസം? നമ്മുടെ ഗീതയും ഭാഗവതവും ഇവരുടെയൊക്കെ ഗ്രന്ഥങ്ങളും തമ്മിലുള്ള വ്യത്യാസം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കാ പറയൂ? ആർക്കാ പറയാൻ പറ്റുക? ഒരു കോൺഫിഡൻസോടുകൂടി ആർക്കാ പറയാൻ പറ്റുക? അവർക്ക് ഒരെണ്ണേ ഉള്ളൂ, നമുക്ക് ഒരുപാടെണ്ണം ഉണ്ടെന്ന്. ഞാനതല്ല ഉദ്ദേശിച്ചത്. എണ്ണത്തിൻ്റെ കാര്യമല്ല, അതിൻ്റെ ഒരു സ്വഭാവം, എൻ്റെ നേച്ചർ, അതാർക്കെങ്കിലും പറയാൻ പറ്റുമോ? അവരുടെ ഗ്രന്ഥങ്ങളും നമ്മുടെ ഗ്രന്ഥവും തമ്മിലുള്ള ഒരു സാധനമൊക്കെ അവിടെ നിൽക്കട്ടെ, ബാക്കി പറയും. അറിയുന്നവരാരെയുണ്ടോ ക്ലാരിറ്റിയോടുകൂടി പറയാൻ പറ്റുന്ന? വാട്ട് ഇസ് ദ ബേസിക് ഡിഫറൻസ് ഓഫ് their literature, their scriptures and our scripture? എന്താണ് അതിൻ്റെ ബേസിക് എൻ്റെ ഡിഫറൻസ്? ഒരു ബേസിക് നേച്ചർ എന്താണ് വ്യത്യാസം?
അത് നിൽക്കട്ടെ. വേറെ ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്കായിട്ടില്ല. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സമയം കളയുന്നില്ല. ഈ സെമിറ്റിക് മതം എന്ന് പറയാം അവർ, എന്താണ് ഈ ക്രിസ്ത്യൻ മതവും ഇസ്ലാം, അവരേതെല്ലാം കമാൻഡ്മെൻറ്റ്സ് എന്ന് പറയും. അതായത് ദൈവം കൽപ്പന കൊടുത്തിരിക്കുകയാണ്. ഇപ്പം ക്രിസ്തുവിലൂടെ ജനങ്ങൾക്ക് കൽപ്പന കൊടുത്തു. അതിനവർ വിളിക്കുന്ന പേരാണ്, അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് കൽപ്പനകൾ. അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ? ഈവൻ ഇസ്ലാം മതത്തിൽ അവർക്കും നബി ആണല്ലോ അവരുടെ മെസ്സഞ്ചർ. നബിയിലൂടെ ജനങ്ങൾക്ക് കൽപ്പന കൊടുത്തു, ഇങ്ങനെയൊക്കെ ജീവിക്കണം. അതാണ് അവരുടെ ഗ്രന്ഥം. കൽപ്പനകളാണ്, ഓർഡേഴ്സാണ്, ഡൂസ് എന്ന് പറയും. നമ്മുടേതെല്ലാം ഡിസ്കഷൻസാണ്, ക്വസ്റ്റ്യൻ ആൻസറാണ്. നമ്മുടെ പുസ്തകത്തെ വിളിക്കുന്ന പേര് സംവാദശാസ്ത്രം എന്നാണ്. എന്താണ്? ഒരു ക്വസ്റ്റ്യനും അതിനുള്ള ആൻസേഴ്സ്. നിങ്ങൾ നോക്കൂ, രാമായണം നോക്കൂ. രാമായണം നിങ്ങൾ മലയാളം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, പാർവതീദേവി പരമശിവനോട് ചോദിക്കുകയാണ്, അല്ലേ? അപ്പം പാർവതി പരമേശ്വര സംവാദമാണ്. ഗീത എടുത്തു നോക്കൂ, അർജുനൻ കൃഷ്ണനോട് ചോദിക്കുകയാണ്, അതിന് കൃഷ്ണൻ ഉത്തരം പറയാണ്. ശ്രീകൃഷ്ണാർജുന സംവാദം. പരീക്ഷത്ത് ശ്രീശുഖ ബ്രഹ്മർഷിയോട് ചോദിക്കുന്നു, അതിനുത്തരം പറയുന്നു. പരീക്ഷശുഖ സംവാദമാണ്. അപ്പം ഇതൊരു സംവാദമാണ്. മറ്റേതെല്ലാം പറയൂ, കൽപ്പനകളാണ്. അപ്പം സംവാദം കൽപ്പനയും വ്യത്യാസമുണ്ട്. കൽപ്പന എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ്ലി നിങ്ങളത് ഫോളോ ചെയ്തോളണം. സംവാദം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം. കൃഷ്ണൻ പറയുന്നത് ചോദിച്ചു മനസ്സിലാക്കി അത് ശാസ്ത്രീയമാണെങ്കിലേ അനുഷ്ഠിക്കാവൂ എന്നാണ്. അല്ലാതെ മറ്റൊരു പറഞ്ഞുകൊണ്ട് മാത്രം അന്ധമായി ഒരിക്കലും അവർക്ക് അനുസരിക്കണം. അത് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കത് ബോധ്യം വരണം, കൺവിൻസ്ഡ് ആവണം. നിങ്ങളുടെയൊക്കെ ജോലി അതാണ്. ഏതായാലും ഇവിടെ ഏകാദശ സ്കന്ധത്തിൽ 2 സംവാദങ്ങളുണ്ട്. അതിലാദ്യത്തെ സംവാദത്തെ വസുദേവനാരദ സംവാദം എന്ന് പറയും. രണ്ടാമത്തത് ശ്രീകൃഷ്ണ ഉദ്ധവ സംവാദം. അത് നമ്മൾ നാളെ കാണാം. അവിടെയാണ് 24 ഗുരുക്കന്മാർ. ബ്യൂട്ടിഫുൾ ഒരു ഡിസ്ക്രിപ്ഷനാണ്, ഒരു ഭാഗമാണ് 24 ഗുരുസ്. ഇവിടെ ആദ്യം നമ്മൾ വസുദേവ നാരദ സംവാദം. അപ്പം നാരദരോട് വസുദേവരെന്തോ ചോദിക്കുന്നു, അതിന് വസുദേവർക്ക് നാരദർ ഉത്തരം പറയണം. എന്താ വസുദേവർ ചോദിച്ചത്? എന്തായിരിക്കും? വസുദേവർ എന്തു ചോദിക്കുന്നു എന്നത് എന്തോ അദ്ദേഹത്തിനെ മാനസികമായി അലട്ടുന്ന ഒരു പ്രശ്നമാണല്ലോ ചോദിക്കുക. എപ്പോഴും ഒരു ദുഃഖമായിരിക്കും. അപ്പോൾ വസുദേവരെ അലട്ടിയ ദുഃഖം എന്താണെന്ന് വെച്ചാൽ, കുലത്തിന്, അതായത് കൃഷ്ണൻ്റെ കുലത്തിന്, യദുവംശത്തിന് ശാപം കിട്ടി. ആ ശാപം കൊണ്ട് കുലം നശിക്കുന്നത് ആ വസുദേവർ കാണുകയാണ്. ഇത്രയും കാലം ഒന്നിച്ചു നിന്നതെല്ലാം കൈവിട്ട് പോകുന്നു. ഇത് അദ്ദേഹത്തിന് ഉറക്കം കെടുത്തി. സമാധാനമില്ല, ദുഃഖം. അതിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടി അദ്ദേഹം നാരദരോട് ചോദിക്കുകയാണ്, എങ്ങനെ ഈ ഒരു അവസ്ഥയിൽ നിന്നും എനിക്ക്, കാരണം ഒരു വശത്ത് മാറ്റാൻ പറ്റാത്തതായ ചില ശാപങ്ങൾ, അതായത് ഒരു വശത്ത് ഒരിക്കലും മാറ്റാൻ പറ്റാത്തതായ ശാപങ്ങളും അനുഭവങ്ങളും, വേറൊരു വശത്ത് അതിൻ്റെ ഇമ്പാക്റ്റ്. എന്താണ് കുലത്തിന് ബാധിച്ച ശാപം? കഥകളൊക്കെ കേട്ടില്ലേ നിങ്ങൾ? അതായത് കൃഷ്ണൻ്റെ കുട്ടികൾ ഒരിക്കൽ, അവർ ചെറിയ കുട്ടികളായിരിക്കുമ്പം അവർക്കൊരു തോന്നൽ, അന്ന് ദ്വാരകയിലേക്ക് വന്നുകൊണ്ടിരുന്ന ദുർവാസാവ്, നാരദർ തുടങ്ങിയ മഹർഷിവര്യന്മാർ, ഇവരുടെ ജ്ഞാനമൊന്ന് പരീക്ഷിക്കുകയാണ്. എന്താണ് ഈ മഹർഷിവര്യന്മാരുടെ ജ്ഞാനം? ഇവരെന്തു വെച്ചാൽ ഭഗവാൻ ശ്രീകൃഷ്ണന് ജാമ്പവതിയിലുള്ള പുത്രനായിരുന്നു സാമ്പൻ. ആരാണ്? സാമ്പൻ. ഈ സാമ്പനെ പെണ്ണിൻ്റെ വേഷം കെട്ടിച്ചു. വയറിൻ്റെ ഭാഗത്ത് കുറേ തുണിയും മറ്റും വെച്ച് കെട്ടി. കണ്ടു കഴിഞ്ഞാൽ ആരെപ്പോലെ തോന്നിക്കും? ഒരു ഗർഭിണി. ദുർവാസ മഹർഷിയുടെ മുന്നിൽ കൊണ്ട് നിർത്തി. നോക്കണം, അല്ലെങ്കിൽ ആ മനുഷ്യൻ ചൂടന. അവിടെ കൊണ്ട് നിർത്തിയത്. എന്നിട്ട് ചോദിക്കുകയാണ്,
ത്രികാലജ്ഞാനികളായ നിങ്ങൾ പറയണം, ഇവൾ എന്തിനെ പ്രസവിക്കുന്ന? നോക്കണം, നാക്ക് പഴച്ചു പോയി. ഏത് കുട്ടിയെ പ്രസവിക്കുന്ന ചോദിക്കേണ്ടത്. പക്ഷേ ഈ വിനാശകാലെ വിപരീത ബുദ്ധി പറഞ്ഞ പോലെ നാക്ക് പഴച്ചു പോയി. എന്തിനെ പ്രസവിക്കുന്ന? ആ ദുർവാസാവ് ഇങ്ങനെ നോക്കൂ, കൃഷ്ണൻ്റെ മക്കൾ എന്ത് അതിക്രമമാണ് ചെയ്യുന്നത്, എന്ത് തെറ്റാ ചെയ്യുന്നത്, എന്ത് അപരാധമാണ് ചെയ്യുന്നത്, അവഹേളനാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായി എന്തോ കാലം ഇവർക്ക് വേണ്ടി വച്ചിട്ടുണ്ട് എന്ന്. നോക്കി പറഞ്ഞു, ഇവൾ പ്രസവിക്കും. ആണും പെണ്ണൊന്നുമല്ല, ഇരുമ്പ് ദണ്ഡം പ്രസവിക്കും. എന്ത്? ഒരു വാക്കുകൂടെ വീണോ, അതുകൊണ്ട് കുലനാശം ഭവിഷ്യതി. എന്തുവരും? കുട്ടികൾ പേടിച്ചോടി അവിടുന്ന് കെട്ടഴിച്ച് നോക്കുമ്പം ഒരു ഇരുമ്പ് കഷ്ണം. അതെല്ലാം അരച്ചുരച്ചുരച്ചുരച്ച് പൊടിച്ച് കടൽത്തീരാണ്, ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ കടൽത്തീരാണ്. അത് മണ്ണുമായിട്ടൊക്കെ കാലം കൊണ്ട് ചേർന്ന് ഒരുതരം പുല്ലുകൾ വലിച്ചെടുത്ത് ഇലകപ്പുല്ലുകൾ എന്ന് പറയും, വളരെ മൂർച്ചയുള്ള ഒരു തരം പുല്ലുകളായി മാറി. ഇപ്പോഴും ഗുജറാത്തിൻ്റെ തീരത്തത് കാണാൻ നിൽക്കുക. ഭയങ്കര നമ്മുടെ എന്താണ്, ഏത് പുല്ല് പോലെ? ദർഭപ്പുല്ലില്ലേ, അതിൻ്റെ അടിച്ച് തട്ടിയാൽ ചിലപ്പം നല്ല ബ്ലേഡ് പോലെ ഉണ്ടാവും, ചിലപ്പോൾ കാലൊക്കെ തട്ടിയാൽ മുറിയും. അതേപോലെയാണ് ആ പുല്ല്. ആ പുല്ലുകളായി മാറി. ഒരു കഷ്ണം ബാക്കിയുള്ളത് കടലിലെറിഞ്ഞു. അതൊരു മത്സ്യം പിടിച്ചു, ഒരു മുക്കുവൻ പിടിച്ചു. മുക്കുവൻ അതിനെ വിറ്റത് ഒരു വേടനാണ്. വേടൻ്റെ ഭാര്യ അതിനെയൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പം അതിനുള്ളിൽ നിന്ന് എന്ത് കിട്ടി? ഈ ഇരുമ്പ് കഷ്ണം കിട്ടി. അതൊരു കൊല്ലൻ്റെ കയ്യിൽ കൊടുത്ത് കൊല്ലൻ അതിനൊരു അസ്ത്രമായി. കൃഷ്ണൻ്റെ മക്കൾ തന്നെ കൃഷ്ണൻ്റെ അന്ത്യത്തിനുള്ള ആയുധം റെഡിയാക്കി. കൃഷ്ണൻ്റെ മക്കൾ വിളിച്ചു വരുത്തിയ ശാപത്തിലൂടെ ഉണ്ടായ അസ്ത്രം കൊണ്ടാണ് കൃഷ്ണൻ്റെ ശരീരം പോകുന്നത്. കാലം കൊണ്ടെത്തിച്ച കഥ നോക്കൂ നിങ്ങൾ. ഇതൊരു ഭാഗത്ത്. വേറൊരു ഭാഗത്ത് കുരുക്ഷേത്ര യുദ്ധമൊക്കെ കഴിഞ്ഞു. കൃഷ്ണൻ യാത്ര പുറപ്പെടാൻ നിൽക്കുമ്പോൾ ഗാന്ധാരി പറഞ്ഞു, അരുത് കൃഷ്ണ, എനിക്ക് കുരുക്ഷേത്ര യുദ്ധഭൂമി കാണണമെന്ന്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, വേണ്ട അമ്മ, അതൊന്നും കാണണ്ട, കഴിഞ്ഞു, ചരിത്രമൊക്കെ മറക്കൂ. വേണ്ട കൃഷ്ണ, എനിക്ക് കാണണം, നീയും കൂടെ കാണണം. എന്നാൽ പിന്നെ അങ്ങനെ ഒരു വാശി പിടിച്ചപ്പോൾ പിന്നെ കൃഷ്ണന് നിവൃത്തിയില്ല. ഗാന്ധാരിയാണ് കൽപ്പിക്കുന്നത്, കുന്തിയും വിളിക്കൂ, ഉത്തരയെ വിളിക്കൂ, അവരെ വിളിക്കൂ. ഈ പെണ്ണുങ്ങളുടെ മുഴുവൻ ഒരു ഫോറം, എങ്ങോട്ട്? ഒരു വിമൻസ് ക്ലബ്ബ് പോലെ എല്ലാവരും കൂടെ. ടൂറല്ല, ഇന്നിപ്പോൾ അങ്ങനെയല്ലേ, വിമൻസ് ടൂറൊക്കെ ഉണ്ടല്ലോ. ഇതെങ്ങോട്ടാണ് പോകുന്നത്? കുരുക്ഷേത്രത്തിലേക്ക്. സഞ്ജയൻ ഓരോ കഥകളും പറഞ്ഞു. ഇവിടെയാണ് യുദ്ധം തുടങ്ങിയത്, ഇവിടെയാണ് ദ്രോണർ വീണത്, ഇവിടെയാണ് ഭീഷ്മർ വീണത്, ഇവിടെയാണ് ദുശാസനൻ മാറുകീറി മരിച്ചത്, ഇവിടെയാണ് അഭിമന്യു. ആ കഥ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. അവസാനം കർണനും മറ്റൊക്കെ കഴിഞ്ഞ് ദുര്യോധനൻ തുടയറ്റ വീണ സ്ഥലത്ത് അങ്ങോട്ട് കൊണ്ടെത്തിച്ചപ്പോഴേക്കും അമ്മ പൊട്ടിക്കരഞ്ഞു. അത് ഗാന്ധാരിക്ക് താങ്ങാൻ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഗാന്ധാരിയുടെ ഒരു കണക്കുകൂട്ട തെറ്റി. കർണൻ മരിച്ചതിന് ശേഷം ദുര്യോധനൻ ഗാന്ധാരിയുടെ അടുത്ത് നിന്ന് പൊട്ടിക്കരയും, എല്ലാം പോയി അമ്മേ, നമ്മൾ എല്ലാം നഷ്ടപ്പെട്ടവരായി മാറി. അമ്മയിൽ എന്തെങ്കിലും ഒരു കരുത്തുണ്ടെങ്കിൽ എനിക്ക് തന്നനുഗ്രഹിക്കണം. അപ്പം അമ്മ പറഞ്ഞു, നാളെ നീ വിവസ്ത്രനായി മുന്നിൽ വരണമെന്ന്. എങ്ങനെ? വസ്ത്രമൊന്നുമില്ലാതെ. അപ്പോൾ ദുര്യോധനൻ അത്ര ഗൗരവമായിട്ട് കരുതിയില്ല എന്താ അമ്മ ഉദ്ദേശിച്ചതെന്ന്. അപ്പം ദുര്യോധൻ്റെ വിചാരം അമ്മ എന്തെങ്കിലും ഉപാസന ചെയ്യുന്നതിൻ്റെ ശക്തി തനിക്ക് തരുമെന്നാണ്. അവിടെ പിറ്റേ ദിവസം അമ്മയുടെ മുന്നിൽ പോയി നിന്നു. അന്നാണമ്മ കല്യാണ ദിവസം കെട്ടിയ കെട്ട് അഴിക്കുന്നത്. തൻ്റെ കണ്ണഴിച്ച ശക്തി ആർക്ക് പകർന്നു? ദുര്യോധനൻ. പക്ഷെ ദുര്യോധനൻ അടിവസ്ത്രം ധരിച്ചുപോയി അമ്മയുടെ മുന്നിൽ. എങ്ങനെ അമ്മയുടെ മുന്നിൽ നാണായിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. അത് കണ്ടതും ഗാന്ധാരിക്ക് മനസ്സിലായി, ഇവനൊരു മരണമുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് കിട്ടുന്ന പ്രഹരായിരിക്കും.
അറിയാതെ അമ്മയുടെ ഉള്ളിൽ നിന്ന് വന്നു, യതോ ധർമ്മ തതോ ജയം. ധർമ്മം മാത്രമേ കുട്ടി ഉണ്ണി ജയിക്കുള്ളൂ. ഈ കാര്യം ആർക്കും അറിയില്ല. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ 18-ാമത്തെ ദിവസം ഭീമസേനനും ദുര്യോധനനും ഗദായുദ്ധം. ഭീമസേനൻ ക്രമേണ തളരാൻ തുടങ്ങി. കാരണം അമ്മയിൽ നിന്ന് കിട്ടിയ ശക്തി അത്ര തീവ്രമായിരുന്നു. ഭീമസേനൻ കൃഷ്ണൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ ഇടയ്ക്ക് നോക്കും. ആ സമയത്ത് കൃഷ്ണന് മനസ്സിലായി, സാധാരണ രീതിയിലുള്ള ഗദായുദ്ധം കൊണ്ട് ദുര്യോധനെ ജയിക്കാൻ സാധ്യമല്ല. കാരണം അത്രയും ശക്തി ആർക്കുണ്ട്? കൃഷ്ണൻ. അത് വരെ ആ ഭീമസേനൻ തന്നെ നോക്കുന്ന സമയത്ത് തുടയിൽ അടിച്ചുകൊണ്ട് കാണുന്നവരെയായിരിക്കും യുദ്ധത്തിനുള്ളൊരു പ്രോത്സാഹനമാണെന്ന്. പക്ഷെ അതൊരു നിർദ്ദേശമായിരുന്നു. ഇതല്ലാതെ വേറൊരു ആ തുടയലുകൾ ആഞ്ഞടിച്ചു കളഞ്ഞു. ദുര്യോധനൻ ഒരു അലർച്ച അലറിയിട്ടുണ്ടെന്നൊക്കെയാണ് മഹാഭാരതത്തിൽ. ആ മഹാഭാരതത്തിൻ്റെ കുരുക്ഷേത്ര യുദ്ധഭൂമി പ്രകമ്പനം കൊള്ളുമാറ് ആ ഗാന്ധാരി അതോർക്കുകയാണ്. തൻ്റെ മകൻ മരിച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണൻ കാണിച്ച ചതിയിലൂടെയാണ്. കൃഷ്ണൻ ഈ ചതി കാണിച്ചില്ലായിരുന്നെങ്കിൽ ഭീമസേനൻ ഒരിക്കലും ദുര്യോധനെ വീഴ്ത്താൻ പറ്റില്ലായിരുന്നു. ആ കൃഷ്ണനെ നോക്കിയിട്ട് പറഞ്ഞു, നീ എൻ്റെ കുലം തകർത്ത് കളഞ്ഞുല്ലേ, എന്നിട്ട് നീ പുഞ്ചിരിക്കുകയാണോ എന്ന്. കുരുക്ഷേത്ര ഭൂമിയിൽ നിന്ന് മണ്ണെടുത്തുകൊണ്ട് തൻ്റെ നെഞ്ചിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന് തൊട്ട് 36 വർഷം കഴിഞ്ഞാൽ നിൻ്റെ കുലം നശിച്ചു പോട്ടെ കൃഷ്ണ. ശപിച്ചു കളഞ്ഞു. കൃഷ്ണനെ ശപിച്ച അമ്മയാണ് ഗാന്ധാരി. അപ്പോഴും കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മക്കൾ നേരത്തെ ഈ കൊരിയർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ദുർവാസാവ് നേരത്തെ തന്നെ പാർസലാക്കി കൊടുത്തിട്ടുണ്ട്. എന്ത് കുലം ഇങ്ങനെയൊക്കെ പോകുന്നുള്ളത്. അതുകൊണ്ട് അന്നും കൃഷ്ണൻ പുഞ്ചിരിക്കും. അമ്മ വിഷമിക്കണ്ട. കൃഷ്ണൻ അതിനെ നിസ്സാരമായി എടുത്തു. പക്ഷേ ഇപ്പോൾ കുലത്തിനങ്ങോട്ട് ആ നാശത്തിൻ്റെ ആ കാറ്റടിക്കാൻ തുടങ്ങി. കലഹവും സ്വാർത്ഥതയും മത്സരവും ഇതൊക്കെ കണ്ട് വസുദേവരുടെ ഉറക്കം നഷ്ടപ്പെട്ടു. ആ വസുദേവർ നാരദ മഹർഷിയുടെ അടുത്ത് എന്ന് ചോദിക്കുകയാണ്, എനിക്ക് ഭയം മാറുന്നില്ല, എനിക്ക് സ്വസ്ഥതയില്ല, എൻ്റെ മനസ്സിൽ നിന്ന് ഭയവും അസ്വസ്ഥതയും ഒന്ന് നീക്കണം. കാരണം എനിക്കറിയാം കാലത്തിൻ്റെ ഒഴുക്കിനെ, കാലത്തിൻ്റെ ശാപത്തെ, കാലത്തിൻ്റെ പ്രഹരത്തെ തടുക്കാൻ സാധ്യമല്ല. അപ്പം എൻ്റെ മനസ്സിനെങ്കിലും ഒരു സ്വസ്ഥതയും ശക്തിയും അനുഗ്രഹിക്കണം. അതിന് ഉത്തരം പറയുന്ന നാരദര് പറഞ്ഞു, വസുദേവരെ അങ്ങയുടെ ആ ഒരു ചോദ്യം എന്നെ അത്ഭുതപ്പെടുത്തണോ. സാക്ഷാൽ കൃഷ്ണൻ്റെ അച്ഛനാണ് എൻ്റെ മുന്നിൽ വന്ന് ചോദിക്കുന്നത്. സാക്ഷാൽ കൃഷ്ണൻ്റെ അച്ഛൻ. എങ്കിലും അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഞാൻ അങ്ങയ്ക്ക് തരുന്ന ഉത്തരം, പണ്ട് ഭാരതത്തിൽ നിമി എന്നൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. ആരാണ്? അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ 9 യോഗീശ്വരന്മാർ വന്നു. 9 യോഗികൾ. അവരുടെ പേര് കവി, ഹരി, അന്തരീക്ഷ, പ്രബുദ്ധ, പിപ്പലായന, ആവിർഹോത്ര, ദ്രുമിള, ചമസക്കരപാചന. ഈ നവയോഗി, ഇവരെ വിളിക്കുക നവയോഗി. ഇവർ അന്നവിടെ വന്ന് ആ സമയത്ത് നിമി മഹാരാജാവ് ചില ചോദ്യങ്ങൾ അവരോട് ചോദിച്ചു. അതിനുള്ള ഉത്തരം അവർ പറഞ്ഞു. അങ്ങയ്ക്ക് ഞാൻ അത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ നിമി നവയോഗി സംവാദത്തെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തിന് വിളിക്കുന്ന പേര് നിമി നവയോഗി സംവാദം എന്നാണ്. അതിൽ ആദ്യത്തെ ചോദ്യം തന്നെ ഭയം കഥം നിവർത്തതേ, ഭയത്തെ എങ്ങനെ നേരിടാം എന്നാണ്. നമുക്കൊക്കെ വേണ്ടതാണ്. അപ്പോൾ പറഞ്ഞു, ഭയത്തെ നേരിടാൻ ടെക്നിക്കുണ്ട്. എന്താണ് ടെക്നിക്ക്? പറഞ്ഞു, നമുക്കത് നാളെ കാണാം കാലത്ത്. കാരണം നമുക്കിനി കുചേലനെയൊക്കെ വരുത്തണം. അതൊരു ഗംഭീരമായ ഭാഗമാണ്. നാരായണീയം വായിച്ചിട്ടുള്ളവർക്കറിയാം. നാരായണീയത്തിൽ ഭട്ടതിരിപ്പാട് ആ ശ്ലോകം ഭാഗവതത്തിന് അതുപോലെ തന്നെ എടുത്തുകൊണ്ട് എഴുതി വച്ചിരിക്കുകയാണ്. ഭീതിർനാമദ്വിതീയൽപവതിനനുമന കൽപ്പിതം ചദ്വിതീയം
91 ദശകം 3 ശ്ലോകം നാരായണീയ. ഭീതിർനാമദ്വിതീയൽഭവതിനനുമന കൽപ്പിതം ചദ്വിതീയം തേനൈക്യാഭ്യാസശീലോ ഹൃദയമിഹ യഥാ ശക്തിബുദ്ധ്യാ നിരുന്ധ്യം മായാവിദ്യേതു തസ്മിൻ പുനരപി തഥാ ഭാതി മായാദിനാദം തം ത്വാ ഭക്ത്യാ സതതമനുഭജൻ ഈശഭീതിം വിദഹ്യം. ഭീതി നമുക്ക് മറികടക്കാം. അതിനൊരു പരിശീലനം വേണം. എന്ത് വേണം? ഒരു പരിശീലനം. അതെന്ത് പരിശീലനമാണ് പറഞ്ഞു? നാളെ കാലത്ത് നോക്കാം. ഇന്ന് നമ്മുടെ സമയം അനുവദനീയമല്ല. കാരണം നമുക്ക് കുചേലനെ വരുത്തണം. അപ്പം നമ്മളിനി ഏതിലേക്ക് കിടക്കുകയാണ്? കുചേലൻ്റെ കഥയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ കുചേലൻ്റെ കഥ ഞാൻ നേരത്തെ പറഞ്ഞു. കുചേലൻ കൃഷ്ണൻ്റെ കൂടെ എവിടെ പഠിച്ചു? എവിടെ പഠിച്ചു? ഗുരുകുലത്തിൽ പഠിച്ചു. എത്ര കാലം? 64 ദിവസം. എത്ര? അത് കഴിഞ്ഞിട്ട് കൃഷ്ണൻ്റെ പാട്ടിൽ പോയി, നാട്ടിലേക്ക് പോയി. സുദാമാവും പോയി. സുദാമാവ് നാമജപത്തിൽ മുഴുകി ജീവിച്ചു. സുദാമാവ് കല്യാണമൊക്കെ കഴിച്ചു. ജീവിക്കാൻ വക ഉണ്ടായിരുന്നില്ല. ഭാര്യ എന്ത് ചെയ്യും? അവിടുന്ന് ഇവിടുന്നൊക്കെ യാചിച്ചു കൊണ്ടുവന്നൊക്കെ കൊടുക്കും. സുദാമാവ് എന്ത് കിട്ടിയാലും തൃപ്തനായിരുന്നു. അങ്ങനെ ഒരു ഇടയ്ക്കിടയ്ക്ക് ഭാര്യ പറയും, ഒന്ന് പോയി കൃഷ്ണനെ കണ്ടുകൂടെ? അപ്പോൾ പറഞ്ഞു, എന്തിനാ പോകുന്നത്? പിന്നൊരിക്കൽ അങ്ങോട്ട് സ്വയം പറയാണ്, നമുക്ക് കൃഷ്ണനെ ഒന്ന് ഞാൻ കാണാം. അപ്പോൾ ചോദിച്ചു, എന്താ കൊടുക്കേണ്ടതെന്ന്. അപ്പം അവില് കൊണ്ടുവന്നു. അവിലെവിടെ വെച്ചില്ല? എവിടെ വെച്ചില്ല? കക്ഷത്ത് വെച്ചില്ല. അങ്ങനെ അവിലും കൊണ്ടുപോയി. അങ്ങനെ ആ സുദാമാവ് കൃഷ്ണനെ കണ്ട്, കൃഷ്ണൻ അവിൽ കുശലങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് അവിൽ തട്ടിയെടുത്ത് അവിലൊരു പിടി കഴിച്ച് സുദാമാവിനെ അനുഗ്രഹിക്കുന്ന ആ ഒരു രംഗം നിങ്ങൾ ലൈവായിട്ട് കാണാൻ പോവുകയാണ്. അപ്പോൾ സുദാമ ചരിതത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഭാഗവതത്തിലെ രസകരമായൊരു ഭാഗം അവതരിപ്പിക്കുന്നത് നമ്മുടെ ഡോക്ടർ രാധാജി അവരുടെ കൂടെയുള്ള ആളുകളൊക്കെയാണ്. ഓക്കെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. അവിടെ മതി. ഇവിടെ സ്ഥലം ഉണ്ടാവില്ല. അവിടെ മതി. സ്ഥലം ഉണ്ടാവില്ല. ഡാൻസിനുള്ള സ്ഥലം ഉണ്ടാവും. അത് മതി. കുട്ടികളൊന്ന് പുറകോട്ടിരുന്നോളൂ പ്ലീസ്. ഈ ഫ്രണ്ട് ഇതിലിരിക്കുന്ന കുട്ടികളൊന്ന്, ഈ താഴെ ഇരിക്കുന്നവരൊക്കെ മുന്നോട്ട് നീങ്ങിയിരിക്കൂ. കാരണം പിന്നോട്ടല്ല, മുന്നോട്ട്.